അപ്പൊ നമുക്ക് സ്നാപ്ചാറ്റിന്റെ ഡിസൈൻ കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ലോഗോ ആഡ് ചെയ്യുക, ബാനർ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക. തുടക്കം ഒരാൾ വരുമ്പോൾ എങ്ങനെയാണ് മോഡൽ ബാനർ, തുടക്കം വരുന്ന സമയത്ത് നമ്മൾ വെബ്സൈറ്റിൽ ഓഫർ ഉണ്ട് എന്നുള്ള കാര്യങ്ങളിൽ ഒരു ബാനർ കാണിക്കുക. പിന്നെ അതേപോലെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കിന്റെ ഒക്കെ ലിങ്ക് നമ്മളെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യുക. അങ്ങനത്തെ ഓപ്ഷൻസ് ആയിട്ടാണ് നമ്മളെ ഡിസൈൻ കാര്യങ്ങൾ ഉള്ളത്. അപ്പോൾ ആ ഡിസൈനിന്റെ ട്യൂട്ടോറിയലിലേക്ക് നമുക്ക് നേരിട്ട് പോവാം. അപ്പോൾ ഡിസൈനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ലാപ്പിന്റെ ഒരു സ്ക്രീൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോണിന്റെ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. അതായത് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ തന്നെ ചേഞ്ച് ആയിട്ട് വരും. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ലാപ്പിന്റെ ഒരു സ്ക്രീൻ ഇവിടെ എടുക്കാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഫോൺ ലാപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്ലോബ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിങ്ങളെ വെബ്സൈറ്റ് സൈഡ് ആക്സസ് ചെയ്തിട്ട് എന്നിട്ട് ഇവിടെ ചേഞ്ച് വരുത്തുകയാണെങ്കിൽ എന്ത് ചെയ്യും, നേരെ നിങ്ങളെ വെബ്സൈറ്റ് സൈഡിലും ആ ചേഞ്ച് വന്നിട്ടുണ്ടാവും. അങ്ങനെ ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോണിൽ എപ്പോഴും ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്ത സാധനങ്ങൾ കാണാം. അല്ലെങ്കിൽ ഈ ഗ്ലോബ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വേറൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് അവിടെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ വരുത്തിയിട്ടുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാതും നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, തുടക്കത്തിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഹെഡർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഹെഡർ മെസ്സേജിൽ ഇപ്പോൾ ഇതിലൊരു ഫ്ലാറ്റ് 50% ഓഫ് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് എന്ത് ചെയ്ത്, ഇപ്പോൾ ഒരു ക്രിസ്മസ് ഒക്കെയാണ് വന്നിട്ടുള്ളത് വെച്ചെങ്കിൽ ക്രിസ്മസ് സെയിൽ ഈസ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിട്ടിട്ട് എന്ത് ചെയ്ത് സേവ് ബട്ടൺ ഇവിടെയാണ് വരിക കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ സേവ് ചെയ്യണം. സേവ് ബട്ടൺ എപ്പോഴും മുകളിലാണ് വരിക, മുകളിലെ ഹെഡറിലാണ് വരിക. അപ്പൊ ഇവിടെ ഞാൻ സേവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണ്ട ക്രിസ്മസ് സെയിൽ ഈസ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. ഇനിയിപ്പോ നമ്മളെ വെബ്സൈറ്റ് സൈഡ് വേറെ ടാബ് ആയിട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പൊ ഇവിടെ പഴയതാണ് കളിക്കാം, ഫ്ലാഷ് സെയിൽ അപ് ടു 50% ഓഫ്. ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റ് സൈഡ് പറ്റും ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം ക്രിസ്മസ് സെയിൽ ഈസ് ഓൺ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇനി ഞാൻ എല്ലാതും ഇവിടെ തന്നെ നിർത്തിയിട്ട്, അതായത് ഇവിടെ എഡിറ്റ് വരുത്തുകയും അതേപോലെ തന്നെ ഇവിടെ അതിന്റെ അപ്ഡേഷൻ വരുന്നതുള്ള അങ്ങനെ ആയിട്ട് കാണിച്ചു തരാം. ഇപ്പൊ ക്രിസ്മസ് സെയിൽ ഈസ് ഓൺ, അപ്പൊ അതിന്റെ എന്ത് ചെയ്യാം, ടെക്സ്റ്റിന്റെ കളർ നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. അതായത് ഇതിന്റെ അപ്പുറമുള്ള ഈ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പൊ ഞാൻ റെഡ് ആക്കിയിട്ട് എന്നിട്ട് എന്ത് ചെയ്ത് ഈ ഹെഡർ കളർ ആകുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ്, അതൊരു നീല, ജസ്റ്റ് ഒരു ലൈറ്റ് നീലാക്കിയിട്ടിട്ട് എന്നിട്ട് സേവ് കൊടുക്കുകയാണെങ്കിൽ കണ്ട ഇതേപോലെ, അതായത് ഈ നീലാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത്, ഈ ഒരു റെഡ് ആണ് ഈ ടെക്സ്റ്റിന് എന്നുള്ളത്. അപ്പൊ നിങ്ങളെ ബ്രാൻഡിന്റെ കളർ ഏതാണോ ആ ബ്രാൻഡിന്റെ കളർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ടെക്സ്റ്റിന്റെ കളറും അതേപോലെ തന്നെ ഹെഡറിന്റെ മൊത്തം ബാക്ക്ഗ്രൗണ്ട് കളർ ആയാലും ആ ടെക്സ്റ്റിന്റെ കളർ ആയാലും സെറ്റ് ചെയ്യാം. ഇപ്പൊ കണ്ട ഈ സ്നാപ്ചാറ്റിന്റെ ലോഗോ വെച്ചിട്ട് ഈ കളർ നല്ല മാച്ചാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ട്. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗോ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ലോഗോ ബാക്ക് അടിച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗോ എടുത്തിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എൻ്റെ കയ്യിൽ വേറെ ലോഗോ കാര്യങ്ങൾ ഇതാ, സ്നാപ്ചാറ്റിന്റെ വേറെ ലോഗോ എൻ്റെ ഉണ്ട്, അത് കൊടുക്കുകയാണെങ്കിൽ അത് സേവ് ചെയ്യുകയാണെങ്കിൽ കണ്ട ലോഗോ ഇവിടെ കൊടുത്ത ലോഗോ ഇവിടെ വരും. അപ്പൊ നിങ്ങളെ ബ്രാൻഡിന്റെ ലോഗോ ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അപ്പോൾ അത് ഇവിടെ വരും. പിന്നെ തീം കളറാണ്, അതായത് നമ്മളെ മൊത്തം വെബ്സൈറ്റിലുള്ള തീം കളർ എന്താ വേണ്ടിയെന്നുള്ളത്. അപ്പൊ ഈ ഒരു തീം കളർ എന്നുള്ള ഒരു പ്രൈമറി കളറാണ് ഇവിടെ കണ്ട ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കാണിച്ചിട്ടുള്ളത്. നമ്മൾ അതും ഒരു നമ്മളെ ബ്രാൻഡ് കളറാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സേവ് കൊടുക്കാൻ തന്നെ ഇപ്പൊ ഇവിടെ ഒക്കെ കറുപ്പ് കളർ കണ്ടില്ലേ, അതൊക്കെ ഇപ്പൊ മാറും, മൊത്തത്തിലൊരു നീല തീമിലോട്ട് വരും കണ്ടോ ഇവിടൊക്കെ. അപ്പൊ ഇത്ര ഓപ്ഷൻസ് ആണ് നമ്മളെ ഹെഡറിലുള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് ബാനർ എന്ന് പറഞ്ഞിട്ട്. ബാനർ എന്ന് പറയുമ്പോൾ നമ്മള് ഇതാണ് ബാനർ എന്ന് വരുന്നത്. ബാനർ മൊത്തം 2 ടെക്സ്റ്റ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു അഡ്മിൻ സൈഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സൈഡിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഷോ ഹോം പേജ് ബാനർ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മൾ ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാനർ തന്നെ ഇവിടുന്ന് കാണാതാവും. അപ്പൊ ഇത് നമ്മൾ ഓഫ് ആക്കിയിട്ട് സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മളെ വെബ്സൈറ്റ് ബാനർ തന്നെ ഡിസപ്പിയർ ആയി. അപ്പൊ ബാനർ നമുക്ക് ഓൺ ആക്കിയിട്ട് സേവ് ചെയ്തിടാം. പിന്നെ അടുത്ത് ബാനർ ടൈറ്റിൽ, അതായത് ഈ ഡെമോ സ്റ്റോർ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് അവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ സ്നാപ്സൈറ്റ് എന്ന് ഞാൻ കൊടുത്ത്, പിന്നെ പെർഫ്യൂം ആൻഡ് കോസ്മെറ്റിക്സ് മാറ്റിയിട്ട് ഒരു ഫ്ലാറ്റ് 50% ഓഫ് സ്നാപ്സൈറ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, പെർഫ്യൂംസ്. അപ്പൊ ഞാനിവിടെ 2 ടൈറ്റിലും സബ് ടൈറ്റിലും മാറ്റി. അപ്പൊ ഇവിടെ ഇനി എന്ത് ചെയ്യും, സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ടൈറ്റിലും സബ് ടൈറ്റിലും മാറും. ഞാൻ സേവ് ചെയ്യാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ അതേ ടെക്സ്റ്റ് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റിന്റെ കളർ മാറ്റണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അപ്പൊ ഇതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് സബ് ടൈറ്റിലിന്റെ ടെക്സ്റ്റിന്റെ കളറും മാറ്റാവുന്നതാണ്.
പിന്നെ പറയുമ്പോൾ മൊബൈൽ ബാനർ ഇമേജ് ആണ്. അതായത് രണ്ട് ബാനർ ഇമേജ്. ഈ ഒരു ബാനർ ഇമേജ് തന്നെ നമുക്ക് ലാപ്പിലെ സ്ക്രീനിലേക്ക് ഒരു ബാനറും അതേപോലെ തന്നെ ഫോണിലെ സ്ക്രീനിലേക്ക് ഒരു ബാനറും ആക്കിയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് റെസ്പോൺസിന്റെ കാര്യങ്ങൾ വരുമ്പോൾ അടിപൊളിയാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നല്ലൊരു ബാനർ ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാനർ ഇമേജ് ഞാൻ ഇത് കൊടുത്തിട്ട് ഓപ്പൺ ഞാൻ സേവ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇനി കാണാൻ പറ്റും, അതായത് ഇതൊരു ഫോണിന്റെ സ്ക്രീനാണ്. ഫോണിന്റെ സ്ക്രീനിൽ ഈ ഒരു ബാനർ ഇമേജ്, അതായത് ഇവിടെ കാണിച്ചിട്ടുള്ള മൊബൈൽ ബാനർ ഇമേജ് ഈ ഒരു ഫോണിന്റെ സ്ക്രീനിലേക്കും. ഇപ്പൊ ലാപ്പ് എടുത്തിട്ട് ഞാനിവിടെ റിഫ്രഷ് ചെയ്യണമെങ്കിൽ കാണാം ഈ ഒരു വലിയ ഇമേജ്, അതായത് ഡെസ്ക്ടോപ്പ് ബാനർ ഇമേജ് എന്ത് ചെയ്യും, വലിയ സ്ക്രീനുകളിലും കാണിക്കും. അപ്പൊ അങ്ങനെയാണ് വരിക. പിന്നെ അതേപോലെ തന്നെ മോഡൽ ബാനർ ഇമേജ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുടക്കം വരുന്നവർക്ക്, അതായത് ആദ്യം വരുന്നവർക്ക് എന്തെങ്കിലും ഓഫർ കാര്യങ്ങൾ ഉണ്ട് പറഞ്ഞിട്ടുള്ള ഒറ്റ വട്ടം കാണിക്കാനുള്ള ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ഒരു ബാനർ, ഫസ്റ്റ് തുറന്നു വരുന്ന ബാനറും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ അത്ര ഓപ്ഷൻസ് ആണ് നമ്മുടെ ബാനറിൽ വരുന്നത്. അപ്പൊ തൊട്ടടുത്ത ഓപ്ഷൻ നോക്കാം. ഇനി ഫൂട്ടർ നോക്കാം നമുക്ക്. അപ്പൊ ഫൂട്ടറിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഫൂട്ടറിന്റെ ഭാഗത്താണ്. അതായത് ഇവിടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലേക്കുള്ള ലിങ്ക് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ആക്കിയിട്ട് സേവ് ചെയ്യണമെങ്കിൽ കണ്ടോ ഇവിടെ ഫേസ്ബുക്കും യൂട്യൂബും മാത്രമായി കാണിക്കുന്നത്. കണ്ടോ ഇവിടെ ഫേസ്ബുക്കും യൂട്യൂബും മാത്രമാണ്. ഇനിയിപ്പോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, ഈ സെറ്റപ്പിന്റെ ഐക്കൺ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഇതിലുള്ളത് മാറ്റിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുത്തിട്ട് ഡണ്ണ് കൊടുത്തിട്ട് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എന്ത് ചേഞ്ച് ഇതിൽ വരുത്തിയാലും ഇവിടെ ഇപ്പോൾ ഞാനൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡണ്ണ് കൊടുത്തിട്ട് അതിവിടെ സേവ് ചെയ്യണം. ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഓണാക്കിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മളെ വെബ്സൈറ്റിലോട്ടാവും ഇവിടെ നിന്ന് പോവാം. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, സ്നാപ്സൈറ്റിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കാണ് അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത്. നേരെ സ്നാപ്സൈറ്റിന്റെ ഇൻസ്റ്റാഗ്രാമിലോട്ടാണ് പോവാം. പിന്നെ അതേപോലെ ഫേസ്ബുക്കും യൂട്യൂബും കൊടുക്കാൻ പറ്റും, ടിക്ടോക്കോ ലിങ്ക്ഡിനോ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അടുത്തത് പറയുന്നത് ലൊക്കേഷൻ എങ്ങനെയാണ് നമ്മളിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൊക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലൊക്കേഷൻ തൊട്ടടിയിലായിട്ടാണ് കാണിക്കുക. ഇതാണ് ലൊക്കേഷൻ. ഈ കാണിക്കുന്ന എഴുത്തുണ്ടല്ലോ ഇവിടെ നമ്മളെ ടെക്സ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ, അത് വേറൊരു സ്ഥലത്താണ് നമ്മൾ കൊടുക്കുക. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ആകെ സെറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഈ ഒരു മാപ്പിലേക്കുള്ള സെറ്റപ്പാണ് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് നമ്മളിവിടെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും. ഇനി അതിന്റെ തന്നെ വേറൊരു വീഡിയോ, അതായത് ചെറിയ അതിന്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫൂട്ടറും സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ലൊക്കേഷനിലുള്ള ചെറിയ ലൊക്കേഷൻ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ള ചെറിയൊരു വീഡിയോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഓപ്ഷനാണ് നമ്മളെ ഡിസൈനിൽ വരുന്നത്. ഇപ്പോൾ ഡിസൈനിൽ നമ്മളെ ബാനർ, ലോഗോ, നമ്മളെ മൊത്തം തീം കളർ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മളെ ഡിസൈനിലുള്ളത്. അപ്പോൾ വളരെ എളുപ്പമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോയിൽ മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഡയറക്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഗൈഡ് തരുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, സെക്ഷനെ കുറിച്ചിട്ട് എങ്ങനെയാണ് സെക്ഷൻ കാര്യങ്ങൾ, പുതിയ പേജസ് കാര്യങ്ങൾ, അബൌട്ട് അസ്, കോൺടാക്ട് അസ്, റീഫണ്ട് പോളിസി തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള അങ്ങനത്തെ സംഭവമാണ് സെക്ഷൻസ് ഉള്ളത്. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ സെക്ഷന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സെക്ഷനിൽ ഡിസൈൻ്റെ അടിയിലുള്ള സെക്ഷനിൽ പോവുക. അടിയിൽ റൈറ്റ് സൈഡിലെ ക്ലിക്ക് ഗൈഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന്റെ വീഡിയോ കാണാവുന്നതാണ്. ഇനിയിപ്പോൾ ഫോണിന്റെ സ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു 3 ബാർ മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള 3 ബാർ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സെക്ഷനിൽ പോയിട്ട് ഈ അടിയിലുള്ള ക്ലിക്ക് ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.